സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. ഇത് ശങ്കരാഭരണ രാഗമാണ്. ഇവിടെ ഒറിജിനൽ ശ്രുതി ആണത് 3 ഞാൻ 2.5 നിങ്ങൾക്ക് ചെയ്തുതരാം. റിപ്പീറ്റ് ചെയ്യാനുള്ളതല്ലേ. ഓക്കെ. ശങ്കരാഭരണ രാഗം ചതുർശ്രുതി ഋഷഭം, അതായത് വലിയ ഋഷഭം, വലിയ ഗാന്ധാരം, ചെറിയ മധ്യമം, പിന്നെ പഞ്ചമം, ചതുർശ്രുതി, ദൈവതം, കാകളി നിഷാദം. മനസ്സിലായില്ലേ? വലിയ രി, വലിയ ഗ, ചെറിയ മ, വലിയ ധ, വലിയ നി, നിഷാദം. ഓക്കെ. 2 ശ്രുതിയില് സസനി ശരീരി എന്ത് പറഞ്ഞാലും, സസനി ശരീരി എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ സരിഗരി മഗസ, നീ എന്റേതല്ലേ സരിഗരി മഗസ. സിമ്പിൾ പാട്ടായിട്ട് വേഗം കൊണ്ട് പാടി തീർക്കാണ്. സരിഗരി മഗസ സാ സാ, നീ എന്റേതല്ലേ വാവേ. സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ കാണരുത്. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ കുടുക്കുണ്ടാക്കുക. വളരെ സിമ്പിളായിട്ട് കാണരുത്. അങ്ങനെ പറഞ്ഞുള്ളൂ. സരിഗരി മഗസ സാ സാ, നീ എന്റേതല്ലേ വാവേ. സെയിം സ്വരം. നിന്നു പിണങ്ങാതെ സസനി ശരീരി, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. സരിഗരി മഗസ സാ സാ, ഒന്നുകൂടെ പൊരു പൂവേ. സസനി ശരീരി സരിഗരി മഗസ സാ സാ. ഇതാണ് രണ്ടിന്റെയും. അതായത് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഇത് തന്നെ. സസനി ശരീരി സരിഗരി മഗസ സാ സാ. അവിടെ തന്നെ നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. അടുത്തത് മാനത്തെ കൂട്ടിൽ രിഗഗഗമ രിഗസ, രിഗഗഗമ രിഗഗഗമ രിഗസ. മാനത്തെ കൂട്ടിൽ രിഗഗഗമ രിഗസ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ. സസരിഗരി മമഗരിഗ, സസ രിഗഗരി മമഗ രിഗ, സസ രിഗഗരി മമഗ രിഗ. രിഗഗഗമ രിഗസ, അതാണ് മാനത്തെ കൂട്ടിൽ. രിഗഗഗമ രിഗസ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ. സസരിഗരി മമഗരിഗ, മഞ്ഞുമൈനയുറങ്ങിയിലേ. സസരിഗരി മമഗരിഗ. അതെ. അടുത്തത് താരാട്ടും പാട്ടിൽ, താരാട്ടും പാട്ടിൽ. അവിടെ സെയിം സ്വരം. രിഗഗഗരി അല്ല, രിഗഗഗമ രിഗസ, രിഗഗഗമ രിഗസ. താരാട്ടും പാട്ടിൽ. മനസ്സിലായോ? താരാട്ടും പാട്ടും പാട്ടിൽ. രിഗഗഗമ രിഗസ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയിലേ. അപ്പുറത്ത് മഞ്ഞു തന്നെയല്ലേ ഞാൻ പാടിയത്. ശ്രദ്ധിച്ചോണ്ടേ, വേർഡ്സ് ശ്രദ്ധിക്കണം. രിഗഗഗമ രിഗസ, താരാട്ടും പാട്ടിൽ. രിഗഗഗമ രിഗസ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയിലേ. കറക്റ്റ് സ്വരം പറഞ്ഞുതരാം. സസരിഗരി മണിത്തത്തയു, സസരിഗരി മണിത്തത്തയു. മനസ്സിലായോ? മണിത്തത്തയു. സസരിഗരി സസരിഗരി മണിത്തത്തയുറങ്ങിയിലേ. മാമഗരിഗ റങ്ങിയിലേ. സസരിഗരി മാമഗരിഗ മണിത്തത്തയുറങ്ങിയിലേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ?
ഗമത പപ്പ പപ്പ പദനിത മമ പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും. മനസ്സിലാകുന്നുണ്ടോ? ഗമത പപ്പ ദാ പിന്നെയും നീ ഗമത പപ്പ പിന്നെയും നീ ഗമത പപ്പ പപ്പ പദനിത മമ എന്റെ നെഞ്ചിൽ ചാരും. പപ്പ പദനിത മമ പപ്പ പാദനിത ദമമ പപ്പ പാദനിത മമ എന്റെ നെഞ്ചിൽ ചാരും എന്റെ നെഞ്ചിൽ ചാരും. ചില്ലിൻ വാതിലി അവിടെ മാപദ പഗരേരി മാപദ പഗരേരി ചില്ലിൻ വാതിലി ലെന്തേ മുട്ടിയില്ല രേഗമഗ രേഗമഗ ഗരി രീഗമഗ രീഗമഗ ഗരി. മനസ്സിലാകുന്നുണ്ടോ? അല്ലോ മനസ്സിലായിക്കൊള്ളിയല്ലോ. പിന്നെ മനസ്സിലായാൽ മതി എല്ലാവർക്കും കേട്ടോ. പിന്നെ ഇത് അങ്ങോട്ട് ഞാൻ പാടൂരാണ്. കുറച്ച് ദിവസം റെസ്റ്റ് ആയി, സുഖമൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം കൂടി പാടുക. എന്നാലും മതി നമ്മൾ പാടട്ടെ. ഗമത പപ്പ പപ്പ പദനിത മമ പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും. നന്നാവുന്നുണ്ടോ പാട്ട്? ഗമത പപ്പ പപ്പ പിന്നെയും നീ എന്റെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നും തെറ്റിച്ചൊന്നും തരില്ല ഇവിടെ, കറക്റ്റ് ആയിരിക്കും തരിക. വ്യത്യാസം ഒന്നും വരുത്തൂല ഞാൻ ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? ഗമത പപ്പ പപ്പ പിന്നെയും നീ എന്റെ പിന്നെയും നീ എന്റെ പപ്പ എന്നാണ് അവിടെ കേട്ടോ. എന്റെ പദനിത മമ നെഞ്ചിൽ ചാരും പദനിത മമ നെഞ്ചിൽ ചാരും. ചില്ലിൻ വാതിലി മാപദ പഗരിരി മാപദ പഗരിരി ചില്ലിൻ വാതിലി മാപദ പഗരിരി ചില്ലിൻ വാതിലി. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ പ്രാവശ്യം കൂടി. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലി ലെന്തേ മുട്ടിയില്ല രേഗമഗ രേഗമഗ ഗരി ലെന്തേ മുട്ടിയില്ല. മനസ്സിലായോ? ഇനി പിന്നെ എന്ത് പറഞ്ഞാലും തന്നെ അപ്പൊ നല്ല രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി പാടുക. ഞാനിപ്പോ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ തന്നെ പോണെങ്കിൽ ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ച് പോകണം ഞാൻ. അതാണ് ഈ തിരക്കെല്ലാം കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സ് ഉപയോഗപ്പെടുത്തണം കേട്ടോ. നല്ല രീതിയിൽ മനസ്സ് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. കലികാലാണ്, മനസ്സിലാക്കി. നന്മ മാത്രം ചെയ്താലും ജീവിതം മുന്നോട്ട് പോകും. എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും? കഴിവ് കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നന്മ ചെയ്തേ പറ്റൂ. ഇതൊക്കെ ഞാൻ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതൊക്കെ നന്മ ചെയ്താലുള്ളൂ ഈ കാലത്ത് നമ്മൾ രക്ഷപ്പെടുക. പൈസ മുഴുവനും നമ്മൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്നു അതൊന്നും മുമ്പൊക്കെ ഉള്ളതല്ല. മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുത്തേ പറ്റൂ. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ആരോഗ്യം മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. മൈൻഡിൽ എന്തൊക്കെ ബുദ്ധി വിവരം യുക്തി ഉണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് പലതരത്തിൽ പകർന്നു കൊടുക്കണം. ഞാൻ ഈ പാട്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ ഹാർമോണിയം പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനി അറിയാം. അതൊന്നും എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരമില്ല. എൻ്റെ ക്ലാസ്സും ജീവിതം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകണ്ടേ. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഭജൻസും എല്ലാ ഒരു സംഗീതത്തിലുള്ള ഒരുവിധം മൊത്തം റോളുകളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്കതൊന്നും കഴിയുന്നില്ല. യൂട്യൂബിലേക്ക് എത്തിക്കാൻ ഇതന്നെ കഴിയുന്നുള്ളൂ. കർണാട്ടിക് കുറച്ച് പകുതി വെച്ചിട്ട് ഞാൻ നിർത്തി. ഇനി തുടങ്ങും കേട്ടോ. എല്ലാം ശരിയാക്കി തരും, ക്ലിയറാക്കി തരും ഞാൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞതുപോലെ മാക്സിമം നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ KSRTC ബസ് ഒരുവിധം പാവങ്ങൾ മാത്രം അതിൽ കയറാൻ ശ്രമിക്കുക. വളരെ കഷ്ടപ്പെട്ട BPL കാരുടെയൊക്കെ അവർക്കറിയാം എനിക്ക് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ കയറാൻ ശ്രമിക്കുക. അല്ലാത്തവര് കഴിയുന്നതും നമ്മൾ ചൂഷണം ചെയ്യാതെക്കാൻ ശ്രമിക്കുക. മറ്റേ ബസ്സിൽ പൈസ കൊടുത്തിട്ട് പൈസ ഉള്ളവര് പൈസ കൊടുത്തേ പോയി പറ്റൂ. വണ്ടി ഉള്ളവർ വണ്ടി എടുത്ത് പോവുക. കാരണം അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ശരിക്കും അങ്ങനെ നമ്മൾ കാണേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു വെച്ചേക്കത്. മനസ്സിലായില്ലേ? അതിൽ ചാടി കയറാൻ നമ്മൾ ആരും. ശരി, എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.